ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫുഡ് ലാമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടു വേ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ അകത്തേക്ക് മാക്സിമം ലൈറ്റ് വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ഇന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, സ്റ്റെയർ നമ്മൾ താഴെ നിന്ന് മുകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രണ്ട് ടു വേ സ്വിച്ചുകൾ എപ്പോഴും സ്റ്റെയറിൽ നമ്മൾ കൊടുക്കണം. അതായത് മുകളിൽ നിന്ന് ടു വേ സ്വിച്ച് ഓൺ ചെയ്യാനും താഴെ നിന്ന് ഓഫ് ചെയ്യാനും, അതായത് താഴെ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് കയറാനും, അത് നമുക്ക് താഴെ നിന്ന് മുകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ടു വേ സ്വിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണുള്ള ബോക്സാണ് നമ്മൾ കൺസീൽഡ് ബോക്സ് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയർ കയറുന്ന സൈഡിൽ തന്നെ ഏറ്റവും നല്ല കൊടുക്കാറുണ്ട്. താഴെ നിന്ന് കയറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു 6 മുടികളുടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളൊരു 4 മുടികളുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ലാമ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആ സ്റ്റെയറിലേക്ക് വെളിച്ചം വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫുഡ് ലൈറ്റുകൾ 2 മുടികളുടെ ഫുഡ് ലൈറ്റുകൾ നമ്മൾ കൊടുക്കുന്നതാണ് നല്ലത്. 3 മുടികളിനേക്കാൾ നല്ലത് 2 മുടികളാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ താഴെ ഫ്ലോറിൽ നിന്നും ഏകദേശം നമുക്കൊരു 11 ഇഞ്ചെങ്കിലും പൊക്കി വെക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11 ഇഞ്ചിൻ്റെ താഴെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സ്കട്ടിങ്, അതായത് ഗ്രാനൈറ്റ് ഇട്ട് സ്കട്ടിങ് കൊടുക്കുന്ന സമയത്ത് ആ ഫുഡ് ലാമ്പിൻ്റെ സൈഡ് ഉള്ളിൽ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് തന്നെ എല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും മിനിമം ഒരു 11 ഇഞ്ചെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ 2 ഇഞ്ച് നമ്മൾ ഗ്രാനൈറ്റ് പൊങ്ങി വരും. പിന്നെ ഒരു 4 ഇഞ്ച് സ്കട്ടിങ് അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് സ്കട്ടിങ് വന്നാലും നമുക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഫുഡ് ലാമ്പ് കൊടുക്കുന്ന പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എവിടേക്കാണോ നമുക്ക് വേണ്ടതെന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കുക. ഏറ്റവും കൂടുതൽ വെളിച്ചം വേണ്ടത് കയറി വരുന്ന സ്ഥലത്ത്, അതിനുശേഷം സെൻട്രലായിട്ട്, പിന്നെ ലാൻഡിങ്ങിൽ, അങ്ങനെ ഏകദേശം ഒരു 3-4 ഏറ്റവും കുറഞ്ഞത് ഒരു 4 നമ്മൾ കൊടുത്തിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വെളിച്ചം നമുക്ക് ആവശ്യമാണ്. പിന്നെ നമ്മൾ സ്കട്ടിങ് കൊടുത്തിരിക്കുന്ന രീതി നോക്കുക, സ്ക്വയറിൻ്റെ രീതി നോക്കുക. അതായത് ആ ഡിസൈനിങ്ങിൽ വന്നിരിക്കുന്ന വ്യത്യാസം, അതായത് ഇത് ഒരു എൽ ഷേപ്പ്, അതൊരു സ്ക്വയർ ഏരിയയിലാണ് നമ്മൾ ഈ സ്റ്റെയർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ലെയർ ഫുൾ കൊടുക്കാതെ അത് ഒരു ചെറിയൊരു പോർഷൻ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈറ്റ് കൂടിപ്പോകും. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റെയർ കൊടുത്തിരിക്കുന്ന ചെറിയൊരു ഹാഫ് പോർഷൻ, ത്രികോണം ലെവലിൽ ഹാഫ് പോർഷൻ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം സ്റ്റെയറിൽ വെളിച്ചം, അതായത് നമ്മുടെ ലൈറ്റ് കാലത്തൊന്നും പകൽ സമയങ്ങളിൽ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ കൂടിയും വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഏരിയ പെർഗോള സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അത് മുകളിൽ നിന്ന് ഡയറക്റ്റായിട്ട് പെർഗോള വരുന്നതുകൊണ്ട് നല്ല വെളിച്ചം നമ്മുടെ സ്റ്റെയറിൻ്റെ ഏരിയയിൽ താഴെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും. ഏറ്റവും ടോപ്പിൽ ബീമുകൾ വെച്ച് കൊടുക്കുക, അതായത് സേഫ്റ്റി രീതിയിൽ അധികം ഗ്യാപ്പില്ലാത്ത മിനിമം ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വരാവുന്ന രീതിയിൽ പെർഗോള കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് ടെമ്പേർഡ് ഗ്ലാസ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നല്ല വെളിച്ചവും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് ടു വേ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് സെൻട്രൽ ചെയ്ത് ഒരു ലൈറ്റ്, അതുപോലെ തന്നെ ടു വേ ലൈറ്റ് എത്രണ്ണം വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് ടു വേ സ്വിച്ച് വേണമെങ്കിൽ നമുക്ക് ഫുഡ് ലാമ്പുകൾ വേണമെങ്കിൽ ടു വേയിൽ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലാൻഡിങ്ങിൻ്റെ സെൻറ്റർ വരുന്നത് ഒരു ടു വേയിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ 2 ടു വേ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ കൊടുക്കാം. താഴെ നിന്നും മുകളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാവുന്ന സ്റ്റാൻഡ് ലെയറും കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുക്കുന്ന ലൈറ്റുകൾ നമ്മൾ 1 വേ സ്വിച്ച് കൊടുത്താലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡിങ്ങിൻ്റെ ഹൈറ്റ് ഏകദേശം 240 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ലാൻഡിങ്ങിൽ നിന്ന് 240 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മുടെ ലാൻഡിങ്ങിൻ്റെ ലൈറ്റ് കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.